അടുത്തതാണ് കമ്പോണൻസ്. ഓക്കെ, നോക്കാം എന്താണെന്ന്. അപ്പം റിയാക്ടിനകത്തുള്ള അടുത്ത കൺസെപ്റ്റും മെയിൻ കൺസെപ്റ്റും ആണ് ഈ കമ്പോണൻസ്. ഓക്കെ, അപ്പൊ കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത്രേ ഉള്ളൂ, നമ്മുടെ യു എയുടെ പാർട്ട്. ഇപ്പൊ നമുക്കൊരു യു എ പല പാർട്ടായിട്ട് തിരിക്കാം. ഇപ്പൊ നമ്മൾ ആലോചിക്കാം, ഒരു പേജ്, ആ പേജിന് ഒരു നാവിഗേഷൻ ബാർ കാണും, ഒരു സൈഡ് ബാർ കാണും, ഒരു ബട്ടൺ കാണും, ഫുട്ടർ കാണും, ഇല്ലേ? അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഇങ്ങനത്തുള്ള ഈ ബട്ടണിനെയും സൈഡ് ബാറിനെയും കമ്പോണന്റ് എന്ന് വിളിക്കാം. യു എ ബിൽഡ് ചെയ്യാനുള്ള കമ്പോണന്റ്. അതായത് ഈ കമ്പോണൻസ് എല്ലാം കൂടെ ജോയിൻ ചെയ്യുമ്പോഴാണ് ആ യു എ ബിൽഡ് ആവുന്നത്. ഓക്കെ, അതായത് ഒരു എന്താ, ഇപ്പൊ നാവിഗേഷൻ ബാർ, നൗ ബാർ കമ്പോണന്റ്, അതായത് യു എ ബിൽഡ് ചെയ്യേണ്ട ഒരു എന്താ പറയാ. ഇപ്പൊ നമ്മുടെ റേഡിയോ ബിൽഡ് ചെയ്യുന്നു. അപ്പൊ അതിന് കുറെ കമ്പോണൻസ് വേണ്ടേ? എന്തൊക്കെ വേണം? കാസറ്റ് വേണം, പിന്നെ അതിന്റെ സ്വിച്ചുകൾ വേണം, ഇല്ലേ മറ്റേ ആന്റിന വേണം, അങ്ങനെ കുറെ സാധനം ഉണ്ടല്ലോ. ഇതാണ് കമ്പോണൻസ്. അപ്പൊ അതുപോലെ നമ്മുടെ യു എ ബിൽഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന യു എ എലമെന്റ്സ് ആണ് കമ്പോണൻസ്. അപ്പൊ റിയാക്ടിൽ കമ്പോണന്റ് പറയുമ്പോൾ കുറച്ചുകൂടെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ ചുമ്മാ എക്സാമ്പിൾ നോക്കിയേ, ഇതൊരു യു എ ആണെങ്കിൽ ഇത് ബിൽഡ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ സാധനം വേണം, ഈ വട്ടം വേണം, ഇങ്ങനെ ബോക്സ് വേണം, ഇല്ലേ? ഇതിലൂടെ ചേർത്താണ് നമ്മൾ കമ്പൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അപ്പം റിയാക്ടിൽ ഒരു പടിയും കൂടെ കുറച്ചൊരു സാധനങ്ങളുണ്ട് ഇതിനകത്ത്. ഇപ്പോൾ ശ്രദ്ധിക്കണം, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ കാര്യം അത് വായിച്ചു നോക്കിയേ. എ കമ്പോണന്റ് ഈസ് ബേസിക്കലി ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ. അപ്പൊ അതവിടെ നിങ്ങൾ മനസ്സിലാക്കട്ടെ. ഇതിന് എന്തിനാണ് കമ്പോണന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ ആലോചിച്ച് വെക്കാം, ഒരു നാവ് ബാർ, നാവിഗേഷൻ ബാർ. ഓക്കെ, നമ്മൾ ബിൽഡ് ചെയ്യുന്ന ആപ്ലിക്കേഷന് 5 പേജ് ഉണ്ട്. ഹോം പേജ്, എബോട്ട് പേജ്, അങ്ങനെ കുറെ 5 പേജ് ഉണ്ടെന്ന് വെച്ചാൽ. അപ്പൊ നമ്മൾ ബിൽഡ് ചെയ്യുന്ന നാവിഗേഷൻ ബാർ, ഈ നാവിഗേഷൻ ബാർ 5 പേജിൽ മാറണമല്ലോ, ഇല്ല? 5 പേജിൽ നാവിഗേഷൻ ബാർ ആണ്. അപ്പൊ നമ്മൾ അതിന് എന്ത് ചെയ്യും? സെറ്റിംഗ്സിൽ അപ്പോട്ടെ ചുമ്മാ പറഞ്ഞോളാം. 5 പേജ് ഉണ്ടെന്ന് വിചാരിക്കുക. 5 പേജ് ഉണ്ടെന്ന് വെച്ചോ. ഈ 5 പേജിൽ നാവിഗേഷൻ ബാർ വേണമെന്ന് വെച്ചോ. അപ്പൊ 5 പേജിൽ നാവിഗേഷൻ ബാർ വരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? 5 പേജിന്റെയും കോഡിൽ പോയിട്ട് നാവിഗേഷൻ ബാറിന്റെ കോഡ് കോപ്പി ചെയ്യണം, അല്ലേ? ഇങ്ങനെ ചെയ്യാം. അപ്പൊ 5 പേജിലും കൊണ്ട് കോപ്പി ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? 5 പേജിൽ നാവിഗേഷൻ ബാർ. ഇവിടെ ഒരു പ്രശ്നമുണ്ട്, അതായത് കോഡ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത് വന്നു, നമ്മുടെ ഫയലിന്റെ സൈസ് പിന്നെയും കൂടും, ഇല്ലേ? കോഡ് ഡ്യൂപ്ലിക്കേഷൻ. ഓക്കെ, ഈ കോഡ് ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കാനും അതുപോലെ റീയൂസബിലിറ്റി കൂട്ടാനും വേണ്ടി റിയാക്ട് ഡെവലപ്പ് ചെയ്തേക്കുന്ന ഒരു മെക്കാനിസമാണ് ഈ കമ്പോണൻസ്. കോഡ് ഡ്യൂപ്ലിക്കേഷൻ കുറയ്ക്കാനും, പിന്നെ അതുപോലെ എന്താ, നമ്മളതിന്റെ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പിന്നെ ടൈപ്പ് ചെയ്തിരിക്കാൻ വേണ്ടി, നമ്മുടെ പാട് കുറയ്ക്കാൻ വേണ്ടി, റീയൂസ് ചെയ്യാൻ വേണ്ടി ഒക്കെ നമുക്ക് റിയാക്ട് പ്രൊവൈഡ് ചെയ്തൊരു മെക്കാനിസമാണ് ഈ കമ്പോണന്റ്. ഓക്കെ, അപ്പം ഈ കമ്പോണന്റ് ഞാൻ പറഞ്ഞ ഒരു കമ്പോണന്റ് എഴുതാം. കമ്പോണന്റ് വെച്ച് കഴിഞ്ഞാൽ യു എയിലെ ഒരു പാർട്ടാണ്. എന്നിട്ട് അത് എന്താണെന്ന് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, അപ്പം കമ്പോണന്റ് പഠിക്കാൻ വേണ്ടി നമുക്ക് കാര്യം ചെയ്യാം. ഞാൻ പുതിയൊരു പ്രോജക്റ്റ് ബിൽഡ് ചെയ്യാൻ പോവാം. നിങ്ങൾ നോക്കിയോ, നമ്മൾ പഠിക്കാൻ പോകുന്നത് കമ്പോണന്റ് ആണ്, നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ അതിനായിട്ട് ഞാൻ ആദ്യം ചെയ്യുന്ന ഒരു വെച്ചാൽ നമ്മുടെ റിയാക്ട് എന്ന് പറഞ്ഞ ഫോൾഡർ ടെർമിനൽ ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇത് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് npm create, അല്ലേ? npm create write at latest 02 components react javascript. npm I ഓക്കെ, നോക്കിക്കോ, നമ്മൾ ചെയ്യാൻ നോക്കിക്കോണേ. ഞാനിവിടെ ഒരു ബട്ടൺ എഴുതാൻ പോവാം. ഓക്കെ ആണല്ലോ? ഓക്കെ, ബട്ടൺ, വേറെ ഒരു സിമ്പിൾ ബട്ടൺ. ഓക്കെ, ഈ ഒരു കൺസെപ്റ്റ് ആണ് വലിയ വലിയ കമ്പോണൻസ് നമ്മൾ എടുക്കുക. ഒരു ബട്ടൺ എഴുതി, എന്നിട്ട് ഞാൻ അതിനെന്ത് ചെയ്തു? ക്ലിക്ക് എന്ന് കൊടുത്തു, ക്ലാസ് നെയിം. ഓക്കെ, ഞാൻ കൊടുക്കുന്നു ptn. ഓക്കെ, നമ്മൾ അതിന്റെ CSS ഫയൽ വരുന്നു, .ptn border name background color red color white border radius 5 pixel padding 7 pixel 14 pixel. ഓക്കെ, കുറച്ച് സെൽസ് കൊടുത്തു. ഓക്കെ, ഞാൻ ഇത് റൺ ചെയ്യാം.
ഒരു ബട്ടൺ, നോർമൽ ഒരു ബട്ടൺ വന്നു. ഓക്കെ ആണല്ലോ. കുറച്ച് സെല് ചെയ്യാനാണെങ്കിൽ കർസർ പോയിന്റർ BTN ആക്റ്റീവ് കൊടുക്കാം. ക്ലിക്ക് ചെയ്യുമല്ലേ, ആക്റ്റീവ് എന്ത് എടുക്കാം, ട്രാൻസ്ഫോം സ്കെയില് ചെറിയൊരു ഇത് എനിക്കാണല്ലോ ബട്ടൺ ക്ലിക്ക് ആവുന്നുണ്ട്, കാണുന്നുണ്ടോ അത്? ഓക്കെ, അപ്പം ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ബട്ടൺ നമ്മൾ ഇവിടെ എഴുതി. നമ്മൾ ആക്ച്വലി മൾട്ടിപ്പിൾ പേജസ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു ഇനി പഠിക്കാൻ പോകുന്നേ ഉള്ളൂ. ഓക്കെ ആണല്ലോ. അപ്പം തൽക്കാലം ഇങ്ങനെ ആലോചിക്കാം. അപ്പം ഇതേ ബട്ടൺ നമുക്ക് പലയിടത്ത് കൊണ്ടുപോകണം, പല പേജ് ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാ പേജിലേക്കും എന്ത് ചെയ്യണം, ഇതിന്റെ CSS കോപ്പി ചെയ്യണം. സെയിം ബട്ടൺ. ഓക്കെ ആണല്ലോ. ഞാൻ ഇതും കോപ്പി ചെയ്യണം, CSS കോപ്പി ചെയ്യണം, കോഡും കോപ്പി ചെയ്യണം, CSS. ഇപ്പൊ എനിക്ക് ഇത് ഹോം പേജ് ആണെന്ന് വിചാരിക്കാം, എബോട്ട് പേജിൽ ഇതേ ബട്ടൺ വരണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫുൾ കോഡ് കോപ്പി ചെയ്യുക, ഇതിന്റെ CSS കോപ്പി ചെയ്യുക, about.csv കൊണ്ടിടുക, ഇല്ലേ, HTML കോപ്പി ചെയ്യുക, about JSX ഫയൽ കൊണ്ടിടുക. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ എല്ലായിടത്തും കോപ്പി ചെയ്യാൻ നമ്മൾ നടക്കണം. ഓക്കെ ആണല്ലോ. അപ്പം ഇങ്ങനെ ചെയ്യാതെ ഇതിനെ നമുക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനുള്ളൊരു വഴിയാണ് എന്ത്, കമ്പോണന്റ് എന്ന് പറഞ്ഞത്. കോമ്പോണന്റ്, അതോ കമ്പോണന്റ്. ഓക്കെ, അപ്പൊ ഇതെന്താ സംഭവം വെച്ചാൽ നമ്മൾ UI നമ്മൾ ചെയ്യുന്ന വെച്ചാൽ ഇപ്പോൾ ഒരു പേജ്, ഹോം പേജ് ആലോചിക്കുക. ഈ ഹോം പേജിനകത്ത് ഒരുപാട് റീയൂസബിൾ കമ്പോണൻസ്, റീയൂസബിൾ ഐറ്റംസ് ഉണ്ടാവാം. നാവിഗേഷൻ ബാർ നമുക്ക് റീയൂസ് ചെയ്യേണ്ടതല്ലേ. ഈ നാവിഗേഷൻ ബാർ എന്ന് പറഞ്ഞാൽ ഹോം പേജ് വരും, എബോട്ട് പേജ് വരും, ഒരു ബട്ടൺ അത് നമുക്ക് റീയൂസ് ചെയ്യണ്ടല്ലേ. ഹോം പേജിൽ ആ ബട്ടൺ വരാം, എബോട്ട് പേജിൽ ആ ബട്ടൺ വരാം, അല്ലേ. അപ്പൊ നാലിച്ചിരിക്കും, നമ്മൾ ഹോം പേജ് എടുക്കുന്നു, ഹോം പേജിൽ അതിന്റെ CSS എല്ലാം എഴുതുന്നു, അതുപോലെ ഹോം പേജിൽ അതിന്റെ HTML എല്ലാം എഴുതുന്നു. നമ്മൾ എബോട്ട് പേജിലേക്ക് പോകുമ്പോൾ അത് തന്നെ കോപ്പി ചെയ്ത് എബോട്ട് പേജ് കുറെ കാര്യങ്ങളൊക്കെ അത് തന്നെ കോപ്പി ചെയ്യേണ്ടി വരും. അപ്പൊ അവിടെ അതേ കോഡ് രണ്ടു വട്ടം ആവർത്തിച്ചു വന്നു. ബട്ടന്റെ CSS ആവർത്തിച്ചു വന്നു, ബട്ടന്റെ HTML ആവർത്തിച്ചു വന്നു, നാവിഗേഷൻ ബാറിന്റെ കോഡ് ആവർത്തിച്ചു വന്നു, അതിന്റെ CSS ആവർത്തിച്ചു വന്നു. കാര്യം എല്ലാ ഫയലും കൊണ്ട് CSS വേണം, HTML വേണം, ഇല്ലേ. അപ്പം ഇങ്ങനെ ഒരു 10 പേജ് ഉണ്ടെങ്കിൽ കുറെ വട്ടം ഇതൊക്കെ തന്നെ ആവർത്തിച്ചു വരും. അപ്പൊ നമ്മൾ ഒരു UI നോക്കുന്ന സമയത്ത് UIയിലുള്ള പല സാധനങ്ങളും സെയിം ആയിരിക്കും പല പേജുകളിലും. അപ്പൊ നമ്മൾ എല്ലായിടത്തും കൊണ്ട് കോപ്പി ചെയ്യുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. ബുദ്ധിമുട്ട് മാത്രമല്ല, നമ്മുടെ ഫയലിന്റെ സൈസ് കൂടുന്നു, അനാവശ്യമായിട്ട് വേറെ കോഡ് ഡ്യൂപ്ലിക്കേറ്റ് ആവുന്നു, ഇല്ലേ. ഇതിനെ ഒഴിവാക്കാൻ വേണ്ടി റിയാക്ട് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു പരിപാടിയാണ് ഈ കമ്പോണന്റ്. അപ്പൊ ഇതെന്താ വെച്ചാൽ നിങ്ങൾ ഇത് എഴുതുന്ന സിന്റാക്സ് നോക്കാം. ഓക്കെ, അപ്പൊ കമ്പോണൻസ് എന്ന് വെച്ചാൽ UI ബിൽഡ് ചെയ്യാൻ വേണ്ട ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അതായത് നാവിഗേഷൻ ബാർ, സൈഡ് ബാർ, ഇതിനൊക്കെയാണ് നമ്മൾ കമ്പോണന്റ് എന്ന് പറയാം. ഓക്കെ, ഇനി അങ്ങനെ എടുത്തു പറയാൻ കാര്യം നമ്മൾ ഇത് ചെയ്യുന്ന ഒരു വെച്ചാൽ നമ്മൾ ഒരു ഫയലിൽ ഇതിനെ എഴുതി വെക്കും. ഒരു ബട്ടൺ ഉണ്ടെങ്കിൽ ഒരു ഫയൽ എഴുതി വെക്കും. ഓക്കെ, ഒരു നാവിഗേഷൻ ബാറിന്റെ ഒരു ഫയൽ എഴുതി വെക്കും. പിന്നെ എവിടൊക്കെ വേണോ അവിടൊക്കെ നമ്മുടെ ഫംഗ്ഷൻ ഉപയോഗിക്കുന്ന പോലെ ഉപയോഗിക്കാം. വെറുതെ കോഡ് ചെയ്താൽ മതി, ഫുൾ കോഡ് എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലായി? നമ്മൾ ഫംഗ്ഷൻ കോഡ് ചെയ്യില്ലേ, ഫംഗ്ഷൻ എടുത്ത് എഴുതി വെച്ചിട്ട് 10 വട്ടം കോഡ് ചെയ്യാലോ, ഇല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു UI ഐറ്റം അഥവാ ഒരു UI ഒരു ബ്ലോക്ക് അഥവാ ഒരു കമ്പോണന്റിന് ഏതെങ്കിലും ഒരു ഫയൽ എഴുതി വെച്ചിട്ട് ഒരു ആവശ്യം പോലെ ഒരു ഫയൽ എഴുതും. അതിന്റെ കോഡ് ഒറ്റ വരുള്ളൂ, CSS ഒറ്റ വരുള്ളൂ. എന്നിട്ട് നമ്മൾ ഇതിനെ എവിടെയാണോ വേണ്ട അവിടേക്ക് നമ്മൾ എന്ത് ചെയ്യും, ഇമ്പോർട്ട് ചെയ്യും. ഹലോ, ഇവിടെ ഡയറക്റ്റ് കൊടുക്കാതെ എങ്ങനെ ഒരു കമ്പോണന്റ് ആക്കി എഴുതാം എന്ന് നോക്കാം. അപ്പൊ ആ സിന്റാക്സ് നിങ്ങൾ നോക്കണേ. അപ്പം ഇതൊരു ബട്ടൺ ആണ്, ഇനി വലിയ നാവിഗേഷൻ ബാർ വരാം, സൈഡ് ബാർ വരാം, എല്ലാം വരാം. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താ വെച്ചാല് നമ്മൾ കമ്പോണൻസ് എപ്പോഴും എഴുതുമ്പോൾ ഈ കമ്പോണൻസ് ആണെന്ന് മനസ്സിലാവാൻ വേണ്ടി നമ്മൾ ഒരു ഫോൾഡർ ഇടും. കമ്പോണൻസ് SRCക്കകത്ത് പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഈ ഫോൾഡറിനകത്താണ് എല്ലാ കമ്പോണന്റും വരിക, ബട്ടണ്, സൈഡ് ബാർ എല്ലാം. ഇനി ഓരോ കമ്പോണന്റും നമ്മൾ ഓരോ ഫോൾഡറിലേക്ക് ഇടുക. ഓക്കെ ആണല്ലോ. അപ്പം ഈ ഫോൾഡറിൽ കിടക്കുന്ന ഐറ്റം ഒരു കമ്പോണന്റ് ആണെന്ന് തിരിച്ചറിയാൻ നമ്മൾ ആ ഫോൾഡറിന് പേരിന് എപ്പോഴും ഇതല്ല, പുതിയ ഫോൾഡർ, ഇതിനകത്തൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്, ന്യൂ ഫോൾഡർ. ഓക്കെ, അതിന്റെ പേര് എപ്പോഴും നമ്മൾ ക്യാപിറ്റലിൽ കൊടുക്കും. ഇത് നിർബന്ധമില്ല, റൂളല്ല. കമ്പോണൻസിനുള്ളിൽ ഓരോ ഫോൾഡർ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ ബട്ടൺ ആണെങ്കിൽ ബട്ടൺ, ഇപ്പൊ സൈഡ് ബാർ വേണമെങ്കിൽ അടുത്ത ഫോൾഡർ സൈഡ് ബാർ. ഓരോ ഫോൾഡറും ഓരോ കമ്പോണന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ കമ്പോണൻസ് എന്ന് പറഞ്ഞ ഫോൾഡർ ക്രിയേറ്റ്, അതിന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി ഈ ഫോൾഡറിലുള്ള ഐറ്റംസ് കമ്പോണൻസ് ആണെന്ന് തിരിച്ചറിയാൻ വേണ്ടി നമ്മൾ ആ ഓരോ ഫോൾഡറിനും ഓരോ ഇത് കൊടുത്തു. ഇനി ഒരു ബട്ടൺ എന്ന് പറയുമ്പോൾ അതിന് CSS ഉണ്ട്, HTML ഉണ്ട്, JavaScript ഉണ്ട്. അപ്പൊ നമ്മൾ എത്ര ഫയൽ ക്രിയേറ്റ് ചെയ്യും? 2 ഫയൽ വരെ. HTML JavaScript നമുക്ക് ഒന്നിച്ച് എഴുതാം, JSX, പിന്നെ CSSന്റെ ഫയൽ. അപ്പൊ അതിനായിട്ട് ഞാൻ വന്നിട്ട് പേരെടുക്കുന്നു button.jsx, അതുപോലെ ഇഷ്ടമുള്ള പേര് കൊടുക്കാം, button.css, style.css കൊടുക്കാം, എന്തുവേണം കൊടുക്കാം. ഓക്കെ, ഇതാണ് ബട്ടന്റെ CSS ഫയലും, ഇതാണ് ബട്ടൺ JSX ഫയൽ. ഓക്കെ, ഇനി ബട്ടന്റെ JSX ഫയൽ വന്നിട്ട് നമ്മൾ അവിടെ ബട്ടന്റെ കോഡാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. ഓക്കെ ആണല്ലോ.
അപ്പം ഇതെങ്ങനെ എഴുതുന്ന വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്തായിരിക്കും, CSS കണക്ട് ചെയ്യുക. എങ്ങനെ കണക്ട് ചെയ്യും? ഇമ്പോർട്ട് /path. സെയിം ഫോൾഡർ ആയതുകൊണ്ട് /button.css. ഇനി അടുത്തത് നമ്മൾ പറഞ്ഞു എന്താ, എ കമ്പൗണ്ട് ഈസ് ബേസിക്കലി എ ജാവാസ്ക്രിപ്റ്റ് ഫംഗ്ഷൻ. തൊട്ട് വായിച്ചില്ലേ, ഒരു കമ്പൗണ്ട് എങ്ങനെ എഴുതുന്നത് വെച്ചാൽ ഒരു ഫംഗ്ഷൻ എഴുതുക. ഇവിടെ ഒരു മാൻഡേറ്ററി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. ഓക്കെ, അതായത് ഇത് റൂളാണ്, ഇങ്ങനെ ചെയ്തില്ലേ വർക്ക് ആവില്ല. ഒരു കമ്പോണന്റ് നമ്മൾ ഫംഗ്ഷൻ ആയിട്ടാണ് എഴുതുന്നത്. ഈ ഫംഗ്ഷന്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ ആണല്ലോ, ഇല്ലെങ്കിൽ വർക്ക് ആവില്ല. ഓക്കെ, പിന്നെ അവിടെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ കൊടുത്തു. നമ്മൾ ചെയ്യുന്നത് ബട്ടൺ കമ്പൗണ്ട് അല്ലേ, ബട്ടൺ കൊടുത്താൽ മതി. ഓക്കെ, എന്നിട്ട് ഇത് ഫംഗ്ഷൻ എഴുതുക. ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതിന്റെ കോഡ്. കോഡ് എന്തായിരിക്കും എഴുതുക? നമുക്ക് ബട്ടൺ അല്ലേ വേണ്ടേ, അപ്പൊ എന്ത് റിട്ടേൺ ചെയ്യണ്ടേ? ഒരു നോർമൽ ബട്ടൺ, HTML ബട്ടൺ. ഇതാണല്ലോ, ഞാൻ അവിടെ ക്ലിക്ക് എന്ന് കൊടുക്കുന്നു. ഓക്കെ, എന്നിട്ട് ഈ CSS-JSX-നകത്തുള്ള ക്ലാസ് നെയിം അത് കൊടുക്കുന്നു. വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ഈ CSS അതുപോലെ കട്ട് ചെയ്യുന്നു. അവിടെ വേണ്ട, നമ്മൾ എന്ത് ചെയ്യുന്നു, ബട്ടന്റെ CSS കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നിങ്ങൾ ചോദിക്കുക, ഈ ബട്ടൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ ആരെങ്കിലും എവിടെയെങ്കിലും വിളിച്ചാൽ അവിടേക്ക് എന്തായിരിക്കും പോവുക? ആ ബട്ടൺ എന്ന് പറയുന്ന ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന കോഡ് എന്താ റിട്ടേൺ ചെയ്യുന്നത്? ബട്ടൺ എന്ന് പറയുന്ന HTML കമ്പൗണ്ട്. ഓക്കെ ആണല്ലോ. അപ്പൊ ഞാൻ ഇവിടെ ഒരു ഇതാണ് കമ്പൗണ്ട് എന്ന് പറയാം. ഈ ഫംഗ്ഷനകത്ത് എഴുതുന്ന കോഡാണ് കമ്പൗണ്ട് എന്ന് പറയാം. ഇതാണ് ഒരു കമ്പൗണ്ട്, ബട്ടൺ കമ്പൗണ്ട്. ഇനി ഇതും നമ്മൾ ഈ ഫയലിൽ എഴുതിയിട്ട് നമ്മൾ വേറൊരു ഫയൽ ഉപയോഗിക്കാൻ പോവാം. എവിടെ? ഇപ്പം update.jsx. അങ്ങനെ വേറൊരു ഫയലിൽ ഈ ഒരു ഫംഗ്ഷനെ ഉപയോഗിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എക്സ്പോർട്ട് ഡീഫോൾട്ട്. എക്സ്പോർട്ട് ഓർമ്മയില്ലേ? എക്സ്പോർട്ട് ഡീഫോൾട്ട് ബട്ടൺ. പിന്നെ എക്സ്പോർട്ട് ചെയ്തു. ഓക്കെ, അപ്പൊ ഈ ബട്ടൺ നമ്മൾ എവിടെ വിളിച്ചാലും അവിടേക്ക് എന്ത് വരും? ഈ കോഡ് വരും. ഓക്കെ ആണല്ലോ. ഓക്കെ, അതിന് CSS ഓട്ടോമാറ്റിക്കലി വരും. ഓക്കെ, ഇപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മുടെ ബട്ടൺ എല്ലാം പോയി. കാര്യം ഞാൻ സൈഡിൽ നിന്ന് മാറ്റി. ഓക്കെ, നിങ്ങൾക്ക് നോക്കാം. ഇനി എന്റെ ആവശ്യം എന്താ? ഈ സാധനം ഇവിടെ വരണം, രണ്ടാമത്തെ ബട്ടണായിട്ട്. ഓക്കെ, അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? നമ്മളിവിടെ വരിക, നമ്മൾ അതിനെ ഇമ്പോർട്ട് ചെയ്യാം. ഇമ്പോർട്ട്. അപ്പം ഡിഫോൾട്ട് എക്സ്പോർട്ട് ആണ്, ഇഷ്ടമുള്ള പേരിൽ ഇമ്പോർട്ട് ചെയ്യാം. ബട്ടൺ എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്യാം, ആപ്പിൾ എന്ന് പറഞ്ഞ് ഇമ്പോർട്ട് ചെയ്യാം. എന്ത് പേര് ഇമ്പോർട്ട് ചെയ്താലും വരുന്നത് എന്തായിരിക്കും? ബട്ടൺ ആയിരിക്കും, ആ ഫംഗ്ഷൻ ആയിരിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ഉണ്ടെങ്കിൽ നമ്മൾ മറ്റേ എക്സ്പോർട്ട് കോൺസ്റ്റ് മറ്റേ ബ്രാക്കറ്റ് ഒക്കെ ഇട്ട് ഇമ്പോർട്ട് ചെയ്തില്ലേ? ഡിഫോൾട്ട് എക്സ്പോർട്ട് ഉണ്ട്, നെയിംഡ് എക്സ്പോർട്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ ഒരു ഫയൽ നമ്മൾ മിക്കവാറും ഒറ്റ കമ്പൗണ്ടേ എക്സ്പോർട്ട് ചെയ്യാറുള്ളൂ. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള പേരിൽ ഇമ്പോർട്ട് ചെയ്യാം. പക്ഷെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഏത് പേര് കൊടുത്താലും ഫസ്റ്റ് ലെറ്റർ എന്തായിരിക്കണം? ക്യാപിറ്റൽ ആയിരിക്കണം. അത് അവിടെ എഴുതുന്ന ഫംഗ്ഷനും ഉപയോഗിക്കുന്ന രീതിയിലും എല്ലായിടത്തും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആയിരിക്കണം. എന്നാലേ റിയാക്ടിന് മനസ്സിലാവും ഇത് റിയാക്ട് കമ്പോണന്റ് ആണ്. ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ആപ്പിൾ എന്ന് കൊടുക്കുന്നു. ഫ്രം എന്തായിരിക്കും? അതിലേക്കുള്ള പാത്ത്. അപ്പൊ പാത്ത് നോക്കിയേ, നമ്മളിപ്പോ നിൽക്കുന്ന എവിടെ? app.jsx. ഈ app.jsx കമ്പോണൻസിലേക്കുള്ള പാത്ത്. അപ്പൊ ആദ്യമേ app.jsxും കമ്പോണൻസും സെയിം ഫോൾഡറിലായതുകൊണ്ട് ./components. കമ്പോണൻസിനകത്തുള്ള ബട്ടണിനകത്തുള്ള ബട്ടൺ ഫയൽ. അപ്പം അതിന്റെ എക്സ്റ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. JSXO ആണെങ്കിൽ എക്സ്റ്റൻഷൻ വേണ്ട. ഓക്കെ, അപ്പം ആ ഫയലിലുള്ള ആ ഫംഗ്ഷൻ ഈ ആപ്പിൾ എന്ന് പറഞ്ഞ വേരിയബിളിലേക്ക് വരും. ഇത്ര മനസ്സിലായോ? ഇനി ഇതെവിടെ എങ്ങനെ കാണിക്കുന്നല്ലേ? ഇത് കാണിക്കാൻ നമ്മൾ കോൾ ചെയ്യല്ല, പകരം ഇത്രേ ഉള്ളൂ, ഒരു കമ്പൗണ്ട് ആയിട്ട് എഴുതിയാൽ മതി. അതായത് HTML കമ്പൗണ്ട് എഴുതുന്ന പോലെ എഴുതാം. പക്ഷെ ഈ A സ്മോൾ ആണെങ്കിൽ ഇതിന് മനസ്സിലാവില്ല. ഇത് നോർമൽ ഒരു HTML കമ്പൗണ്ട് ആയിട്ട് തെറ്റിയിരിക്കും. ആപ്പിൾ എന്ന് പറഞ്ഞൊരു കമ്പൗണ്ട് ഇല്ലാത്തതുകൊണ്ട് ഒന്നും വരുന്നില്ല. ഇവിടെ CS അപ്ലൈ ചെയ്ത് നമ്മൾ ഫയൽ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. മറ്റേ ഫയൽ കണക്ട് ചെയ്തുകൊണ്ട് ഈ ബട്ടൺ അത് കണക്ട് ആയി. ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മളിവിടെ ഉണ്ട് ക്യാപിറ്റൽ A കൊടുക്കുവാണെങ്കിൽ ഇവിടെ സംഭവിക്കുന്ന വെച്ചാൽ ഇതൊരു ഫംഗ്ഷൻ കോൾ ആയിട്ട് ആക്ട് ചെയ്യും. ഇതൊരു ഫംഗ്ഷൻ കോൾ ആയിട്ട് ആക്ട് ചെയ്തിട്ട് ആ ഫംഗ്ഷൻ എന്ത് റിട്ടേൺ ചെയ്യുന്നു? CSS കോഡല്ലേ, സോറി HTML കോഡല്ലേ, ആ കോഡ് ഇവിടെ വരും. കണ്ടോ? ഇപ്പൊ നമുക്ക് ചുമ്മാ എടുക്കാം. എന്ന് കൊടുക്കുന്നു. ഇത് ഇവിടെ ഇരിക്കുന്ന ബട്ടൺ, ഇത് നമ്മുടെ കമ്പോണന്റ് ബട്ടൺ. ഓക്കെ ആണല്ലോ. കാര്യം ചെയ്യാം. എന്തുവാടാ? ഓക്കെ, ഓക്കെ, കണ്ടോ? മാധ്യമം കൊടുത്താണ്. അപ്പൊ ഇവിടെ നമ്മൾ ഇങ്ങനെ വിളിച്ചപ്പോ നമുക്ക് എന്ത് കിട്ടി?
ആ ഒരു വീട്ടിൽ. ഹലോ, ക്ലാസ്സിലാണ്, തുടങ്ങിയതേ ഉള്ളൂ. ഓക്കെ, മനസ്സിലായത്? അപ്പൊ നമ്മളിവിടെ വന്ന് ഇവിടെ കൊടുത്തപ്പോഴത്തേക്കും ഇത്രയും സാധനം വന്നു. എന്നാ വലിയൊരു നാവിഗേഷൻ ബാറിന്റെ കോഡ് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒറ്റ ഒരു ഫയൽ എഴുതിച്ചാൽ മതി. എവിടെയൊക്കെ വേണം അവിടെ എല്ലാം എന്ത് ചെയ്യാം, നോബാർ എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വിളിച്ചാൽ മതി, അവിടെ കിട്ടിക്കോളും. അതാണ് അതിന്റെ ഒരു ഐഡിയ. നോക്കാം, ഇതിപ്പോ എ സ്മോൾ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, സ്മോളിന് കൊടുക്കണ്ടേ അല്ലേ? വരില്ല, ടാഗ് HTML ടാഗ് ആയിട്ട് എടുക്കും. ക്യാപ്പിൽ ഇടാൻ പറഞ്ഞത് കാര്യം, ക്യാപ്പിൽ ഇട്ടാലേ അത് റിയാക്ട് കമ്പോണന്റ് ആണ്, റിയാക്ട് മനസ്സിലായിട്ട് അത് ഫംഗ്ഷൻ കോൾ ആയിട്ട് കോൾ ചെയ്യുള്ളൂ. ഇവിടെ ഇഷ്ടമുള്ള പേര് വിളിക്കാം. ഞാനിവിടെ ആപ്പിൾ എന്ന് വിളിച്ചു, ബട്ടൺ വിളിക്കുന്നു. ഈ ബി ഇത് ക്യാപിറ്റൽ ബട്ടൺ ആയിട്ട് ഇത് മനസ്സിലാവും. ഇത് റിയാക്ട് കമ്പൗണ്ട് ആയിട്ട്, ഇത് നോർമൽ HTML എലമെന്റ് ആയിട്ട് എടുക്കുള്ളൂ. എല്ലാ റിയാക്ട് കമ്പൗണ്ടുകളും റിട്ടേൺ ചെയ്യുന്നത് എന്തായിരിക്കും, HTML എന്നായിരിക്കും. ചിലർ എഴുതുന്ന കണ്ടിട്ടുണ്ട് ഇങ്ങനെ. ഇത് കറക്റ്റ് ആണോ? കാര്യം ഒരു കമ്പൗണ്ട് റിട്ടേൺ ചെയ്യേണ്ടത് HTML കോഡാ. ഇത് പിന്നെയും ബി ഇട്ടേക്കോ, അങ്ങനെ ഒരു ബി ഇല്ല, ഒന്നും കിട്ടില്ല. നിങ്ങൾ അതൊക്കെ സൂക്ഷിക്കണം, ശ്രദ്ധിക്കണം. അപ്പൊ ഇത്രേ ഉള്ളൂ കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ, സോറി കമ്പൗണ്ട് എന്ന് പറഞ്ഞാൽ തന്നെ, കമ്പൗണ്ട് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. നമ്മൾ ആ ഒരു ഇത്രയും കോഡിനെ നമ്മളൊരു ഫംഗ്ഷൻ അത് എഴുതി വെക്കും. എന്നിട്ട് പിന്നെ ഫംഗ്ഷൻ എവിടെയൊക്കെ വിളിക്കുന്ന അവിടെയൊക്കെ ഈ കോഡ് വരും. അതായത് ഞാൻ ഇവിടെ ഇതിനെ 3 വട്ടം വിളിച്ച് 4 വട്ടം വിളിച്ചു, അപ്പൊ എന്ത് ചെയ്യും, 4 വട്ടം വരണ്ടാണ് സേവ് ആയില്ലേ? ഓ ഞാൻ എന്തോ പറ്റി മാറ്റിയല്ലോ, നോക്കട്ടെ, എന്തെങ്കിലും ബഗ്ഗായി. എവിടാടാ, ഒന്ന് റീസ്റ്റാർട്ട് ചെയ്യാം. എന്താ ബഗ്ഗാ? ഓക്കെ, ഒന്നുണ്ടോ? എത്ര വട്ടം കോൾ ചെയ്യുന്നോ അത്ര വട്ടം എന്ത് ചെയ്യും, നമുക്ക് ഉപയോഗിക്കാം. ഇതാണ് കമ്പോണന്റ്. ഓക്കെ ആണല്ലോ, മനസ്സിലായത്? എഴുന്ന ശരിയിട്ടില്ലേ? അപ്പൊ കമ്പൗണ്ട്സ് എന്താന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ. ഈ കമ്പൗണ്ട്സ് കംപ്ലീറ്റ്ലി റീയൂസബിൾ ആണോ എന്ന് നോക്കിയേ. ഇത് റീയൂസബിൾ ആണ്, അതേ കോഡ് പിന്നെയും എക്സിക്യൂട്ട് ചെയ്യാം അല്ലേ? ഇത് കംപ്ലീറ്റ്ലി റീയൂസബിൾ ആണോ? കംപ്ലീറ്റ്ലി റീയൂസബിൾ എന്ന് പറയുമ്പോൾ ആ ബട്ടൺ ഇല്ലേ, ക്ലിക്ക് എന്ന് പറഞ്ഞ ബട്ടൺ, ഇത് നമുക്ക് എവിടെയൊക്കെ ഉപയോഗിക്കാം, എവിടെയെങ്കിലും ക്ലിക്ക് ചെയ്യണം എന്ന് പറയുന്ന ആ സ്ഥലങ്ങളിൽ മാത്രം ഉപയോഗിക്കാം. ഇത് ഡൗൺലോഡ് ചെയ്യണം. ഇപ്പൊ ഡൗൺലോഡ് ചെയ്യേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ കൊടുക്കുന്ന ബട്ടന്റെ പേര് എന്തായിരിക്കും, ഡൗൺലോഡ്. അപ്ലോഡ് ചെയ്യണമെങ്കിൽ അപ്ലോഡ്, പോസ്റ്റ് ആണെങ്കിൽ പോസ്റ്റ് ഇല്ലേ? അപ്പം ഇത് കംപ്ലീറ്റ്ലി റീയൂസബിൾ ആണെന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനിവിടെ വന്നിട്ട് ഇതിന്റെ പേര് പോസ്റ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, ഇനി പോസ്റ്റ് എന്ന് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന സ്ഥലങ്ങളിൽ മാത്രമേ ഈ ബട്ടൺ ഉപയോഗിക്കാൻ പറ്റുള്ളൂ ഇല്ലേ? ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യണം, അപ്ലോഡ് ചെയ്യണം, അപ്പൊ നമ്മൾ അല്ലെങ്കിൽ ഡൗൺലോഡ് ചെയ്യണം, അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ പോസ്റ്റ് ബട്ടൺ കൊടുക്കാൻ പറ്റുമോ? ഇല്ല, അവിടെ നമ്മൾ ഡൗൺലോഡ് എന്ന് പറയുന്ന ബട്ടൺ തന്നെ കൊടുക്കണം, അല്ലെങ്കിൽ ആ ബട്ടൺ ടെക്സ്റ്റ് വേറെ വരണം ഇല്ലേ? അപ്പൊ ഇത് പിന്നെ എന്തല്ല, റീയൂസബിൾ അല്ല. കാര്യം നമ്മളൊരു പേജ് നോക്കുകയാണെങ്കിൽ പലയിടത്തും ബട്ടൺ ഉപയോഗിക്കും, പക്ഷെ പല ബട്ടണിൽ ഉള്ള എഴുത്ത് പലതായിരിക്കും, ചിലപ്പോൾ കളർ വ്യത്യാസമായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് കംപ്ലീറ്റ്ലി എങ്ങനെ റീയൂസബിൾ ആക്കാം നോക്കാം. കമ്പൗണ്ട് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് മനസ്സിലായോ? കോഡ് റീയൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് കമ്പോണൻസ്. പിന്നെ ആവശ്യമാർക്കാണെങ്കിൽ കുഴപ്പമില്ല, എല്ലായിടത്തും ഒരേപോലെ തന്നെ ആയിരിക്കും നവബാർ. പക്ഷെ ചില കമ്പോണൻസ് ഒക്കെ നമ്മൾ ഉപയോഗിക്കുന്നിടത്ത് എന്ത് ചെയ്യും, അതിന് വ്യത്യസ്തത ഉണ്ടാവും. നമുക്ക് അത് കൊണ്ടുവരണം. ഓക്കെ ആണല്ലോ. അപ്പൊ അതെങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഓക്കെ, അപ്പം അതിനായിട്ട് വേറെ പരിപാടി ഉണ്ട്. അതായത് എന്റെ ആവശ്യത്രേ ഉള്ളൂ, ഈ ബട്ടൺ ഞാൻ എവിടെ യൂസ് ചെയ്യുന്നോ അവിടെ എനിക്ക് തീരുമാനിക്കാൻ പറ്റണം ഇതിന്റെ പേര്. ഓക്കെ ആണല്ലോ. അങ്ങനെ ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരിപാടിയാണ്, നമുക്ക് ഇതിലേക്ക് ആട്രിബ്യൂട്ട്സിനെ പാസ് ചെയ്യാം. അതായത് നമ്മൾ സാധാരണ HTML കമ്പൗണ്ട് എലമെന്റ് എഴുതില്ലേ, അതിലേക്ക് നമ്മൾ ആട്രിബ്യൂട്ട് എങ്ങനെ കൊടുക്കുന്നത്, ആട്രിബ്യൂട്ട് നമ്മൾ എന്തിനാ ആട്രിബ്യൂട്ട് കൊടുക്കുന്നത്, അതിന് സ്പെഷ്യൽ ഫീച്ചേഴ്സ് ആഡ് ചെയ്യാൻ ഇല്ലേ? ഇപ്പൊ ആങ്കർ ടാഗിന് href എന്ന് പറഞ്ഞ ആട്രിബ്യൂട്ട് ഉണ്ട്, ഇൻപുട്ട് ടാഗിന് ടൈപ്പ് ഉണ്ട് ഇല്ലേ, പ്ലേസ് ഹോൾഡർ ഉണ്ട്. ഇതെല്ലാം എന്താ, നമ്മൾ ഇത് കൊടുക്കുമ്പോൾ അതിന്റെ ഓരോരോ ആസ്പെക്ട് മാറും ഇല്ലേ? ഇപ്പം
ടൈപ്പ് കൊടുത്താൽ എന്ത് ചെയ്യുക, അതിന്റെ ടൈപ്പേ മാറിപ്പെട്ടത് പാസ്വേഡ് ആക്കാം, ഇല്ലേ, ചെക്ക് ബോക്സ് ആക്കാം, ഇല്ലേ, പ്ലേസ് ഓർഡർ കൊടുത്താൽ അതിനകത്തുള്ള ടെക്സ്റ്റ് മാറ്റാം എന്ന് പറഞ്ഞ നമ്മൾ എഴുതിയ കസ്റ്റം കമ്പോണന്റ് അഥവാ റിയാക്ട് കമ്പോണന്റ് അതിന് നമുക്ക് എന്ത് ചെയ്യാം, ആട്രിബ്യൂട്ട്സിനെ പാസ് ചെയ്യാം. സെയിം എങ്ങനെയാണ് HTML പാസ് ചെയ്യുന്ന പോലെ. അതായത് ഇവിടെ നിന്ന് നോക്കോ, ടൈറ്റിൽ ഈക്വൽ ടു ആഡ് എന്ന് കൊടുത്തു. ഓക്കെ, എന്റെ ഉദ്ദേശം എന്താ, ഈ ബട്ടൺ നമ്മൾ എവിടെയെങ്കിലും യൂസ് ചെയ്യുമ്പോൾ അതിനകത്തുള്ള ടെക്സ്റ്റ് ആഡ് എന്നായിരിക്കണം. ഓക്കെ ആണല്ലോ. ഇപ്പുറത്ത് വരുന്നു, ആഡ് ആണോ, അല്ല പോസ്റ്റ്. എന്റെ കാര്യം എന്താ, നമ്മൾ ആ കോഡ് എടുത്ത് പരിശോധിച്ചാൽ മനസ്സിലാവും. ആ കോഡിൽ എന്താ ഉള്ളത്, പോസ്റ്റ് ആണ്. ഇവിടെ പോസ്റ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ ആഡ് എന്ന് കൊടുത്താൽ വരില്ല. പക്ഷെ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന സാധനം ഉണ്ടല്ലോ, അത് നമുക്ക് ഈ ഫംഗ്ഷന്റെ പാരാമീറ്ററിൽ കിട്ടും. ഇവിടെ കിട്ടും. ഇവിടെ നമ്മൾ നമ്മുടെ ഫംഗ്ഷൻ കോൾ ചെയ്തിട്ട് ഫംഗ്ഷനിലേക്ക് ആർഗ്യുമെന്റ് പാസ് ചെയ്യുന്ന പോലെ അതേ സ്റ്റെപ്പാണ് ഇവിടെ നമ്മൾ ആട്രിബ്യൂട്ട് പാസ് ചെയ്യുമ്പോൾ. ഇവിടുന്ന് നമ്മൾ പാസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടിനെ ആട്രിബ്യൂട്ട് എന്നല്ല പറയാം, പകരം പറഞ്ഞ പേരാണ് പ്രോപ്സ്, പ്രോപ്പർട്ടീസ് അഥവാ പ്രോപ്സ്. അടുത്ത കൺസെപ്റ്റ് ആണ് പ്രോപ്സ്. പ്രോപ്സ് എന്താ വെച്ചാൽ നമ്മളൊരു കമ്പൗണ്ട് എവിടെ നിന്ന് യൂസ് ചെയ്യുമ്പോൾ ആ കമ്പൗണ്ടിലേക്ക് നമ്മൾ പാസ് ചെയ്യുന്ന വാല്യൂ. ഇവിടെ ഈ ബട്ടൺ എന്ന് പറഞ്ഞ ഫംഗ്ഷന് അല്ലെങ്കിൽ കമ്പൗണ്ടിന് ഒരു പ്രോപ്പ് ഉണ്ട്, അതാണ് എന്ത്, ടൈറ്റിൽ. അതിൻ്റെ വാല്യൂ ഉണ്ട്. ഓക്കെ, ചുമ്മാ ഞാൻ ഇവിടുന്ന് അടുത്ത പ്രോപ്പ് പാസ് ചെയ്യണം. എന്ത് ചെയ്യാം, സ്പേസ് ഇട്ട് ഫ്രൂട്ട് ഈക്വൽ ടു ചുമ്മാ കൊടുക്കും ആപ്പിൾ. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, എത്ര പ്രോപ്പ് വേണമെങ്കിലും പാസ് ചെയ്യാം. ഓക്കെ ആണല്ലോ. നമ്മൾ ഈ പാസ് ചെയ്യുന്ന പ്രോപ്പിനെ നമുക്കിവിടെ പാരാമീറ്റർ കിട്ടും. അവിടെ ഇഷ്ടമുള്ള പേര് കൊടുത്ത് റിസീവ് ചെയ്യാം. പൊതുവെ നമ്മൾ കൊടുക്കുന്ന പേര് പ്രോപ്സ് എന്നാണ്, ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഓക്കെ ആണല്ലോ. ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രോപ്സ് എന്നാണ് പേര് കൊടുക്കുക. അതായത് പ്രോപ്പ് ആണെന്ന് തിരിച്ചറിയാം. നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന സാധനം ഇവിടെ കിട്ടും. അതായത് എന്നാൽ ശരിയായി ഇവിടെ സംഭവിക്കുന്നത് എന്താ, നമ്മൾ ഇത് എഴുതുന്ന സമയത്ത് UI അപ്ഡേറ്റ് ആവുന്ന സമയത്ത് ഇവിടെ ഈ ഒരു ഫംഗ്ഷൻ കോഡ് നടക്കും. എന്നിട്ട് ഈ ഫംഗ്ഷൻ റിട്ടേൺ ചെയ്യുന്ന കോഡ് ഇവിടെ വരും. അതാണ് സംഭവിക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഫംഗ്ഷൻ കോൾ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് കോൾ ചെയ്യുന്ന സമയത്ത് ഇവിടുന്ന് ഒരു വാല്യൂ ഇതിനകത്തേക്ക് പാസ് ആവും. എവിടേക്ക് പാസ് ആവും, പ്രോപ്സിൽ. ഓക്കെ, അപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ പ്രോപ്സ് ഇവിടെ കൺസോൾ ചെയ്യാം. കൺസോൾ ഡോട്ട് ലോഗ് ഞാൻ പ്രോപ്സ് എന്ന് കൊടുത്തു. അപ്പൊ നമ്മൾ ഇവിടെ ചെയ്യുന്ന, അപ്പം ഇതൊരു ഈ ഒരു ബട്ടൺ എന്ന് പറഞ്ഞ ഫയൽ നമ്മളിവിടെ കണക്ട് ചെയ്തിട്ടുണ്ട്, ഇവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബട്ടണിനകത്തുള്ള കോഡ് വർക്ക് ആവും. കാര്യം ഇതൊരു ഫംഗ്ഷൻ കോൾ ആണല്ലോ. ഇത് കോൾ ആകുമ്പോൾ എന്ത് ചെയ്യും, ഈ ബട്ടൺ എന്ന് പറയുന്ന കമ്പൗണ്ടിനകത്തുള്ള കോഡ് വർക്ക് ആവും. കൺസോൾ ഡോട്ട് ലോഗ് വർക്ക് ആവും. ഇത് ബട്ടൺ കമ്പൗണ്ട് ബട്ടൺ എലമെന്റ് റിട്ടേൺ ചെയ്യും. അതാണ് ഇവിടെ വരുന്നത്. അപ്പം ഇവിടുത്തെ കൺസോൾ നമ്മൾ എവിടെയാണ് കാണുന്നത് വെച്ചാൽ ഇൻസ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ടെർമിനലല്ല വരിക, ഈ ജാവാസ്ക്രിപ്റ്റ് റൺ ആവുന്നത് എവിടെയാ, നമ്മുടെ ബ്രൗസറിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് വരാൻ പോകുന്നത് ഇവിടെ ആയിരിക്കും. ഇവിടെ കൺസോൾ ഉണ്ട്. കൺസോൾ എടുത്തു കഴിഞ്ഞാൽ ഇതേ ഒന്നുകൂടെ റിഫ്രഷ് ചെയ്യാം. ഇതേ നമ്മൾ പ്രോപ്സ് കൺസോൾ ചെയ്തു. അപ്പം ഇവിടെ 2 വട്ടം വരാൻ കാര്യം വെച്ചാൽ നമ്മളിപ്പോൾ ഡെവലപ്മെന്റ് മോഡിലാണ്. ഓക്കെ, നമ്മൾ ഡെവലപ്മെന്റ് മോഡിലായതുകൊണ്ട് തന്നെ ഡെവലപ്പ് ചെയ്യല്ലേ, നമ്മുടെ റിയാക്ട് എപ്പോഴും ഒരു കാര്യം 2 വട്ടം റെൻഡർ ചെയ്യും, വർക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ തൽക്കാലം അത് വിട്ടേക്കാം. നമ്മൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ വേറെ കൺസോൾ ടീമിൽ അതിലേക്ക് റെൻഡറിംഗിൽ വരുള്ളൂ. അപ്പം ഇവിടെ നമ്മൾ ചെയ്ത കൺസോൾ ആണ് ഈ കിടക്കുന്നത്. അതായത് നോക്കിയേ, ബട്ടൺ ഡോട്ട് JSX 4ാമത്തെ ലൈൻ അല്ലേ, ബട്ടൺ ഡോട്ട് JSX 4ാമത്തെ ലൈൻ ആണല്ലോ. നമ്മൾ എന്താ കൺസോൾ ചെയ്ത് അവിടെ സെൻഡ് ചെയ്ത സാധനം, ആ കൺസോൾ ഇത് എങ്ങനെയാ വന്നത് നോക്കിയേ, ഏത് ഫോർമാറ്റിലാണ് വന്നേ, ഒബ്ജക്റ്റ് ആയിട്ട്. അവിടെ എന്തുണ്ട്, കീ വാല്യൂ പേസ് ഉണ്ട്. നമ്മൾ ഇവിടുന്ന് സെൻഡ് ചെയ്ത സാധനം ഇതൊരു കീയും ഇതൊരു വാല്യൂ, ഇത് അടുത്ത കീയും ഇത് അടുത്ത വാല്യൂ ആയിട്ട് വന്നേ. കണ്ടോ, കീ വാല്യൂ പേഴ്സ് ആയിട്ട് വന്നു. മനസ്സിലായോ? ഇങ്ങനെയാണ് ഇത് വരുന്നത്. അപ്പൊ നമ്മൾ ഇവിടുന്ന് എന്ത് സെൻഡ് ചെയ്താലും അതെന്ത് ചെയ്യും, അതിവിടെ കീ വാല്യൂ പെയർ ആയിട്ട് വരും. അതായത് പ്രോപ്സ് എന്ന് പറഞ്ഞൊരു ഒബ്ജക്റ്റ് ആയിരിക്കും. ഇപ്പൊ ഒരെണ്ണമാണ് സെൻഡ് ചെയ്യുന്നെങ്കിൽ എന്ത് ചെയ്യും, ഒരു കീയും ഒരു വാല്യൂ. മനസ്സിലായി ഇത്? അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, എന്റെ ആവശ്യം വെച്ചാൽ ഇവിടെ എനിക്ക് വേണ്ടത്, ഞാൻ ഇവിടുന്ന് പ്രോപ്പ് എന്ന് പറഞ്ഞ് സെൻഡ് ചെയ്യുന്ന സാധനമാണ് ഇവിടെ പേരായിട്ട് വരേണ്ടത്. അപ്പൊ എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ടൈറ്റിൽ ഡോട്ട് അല്ല, പ്രോപ്സ് ഡോട്ട് ടൈറ്റിൽ. കാര്യം ഇവിടെ വരുന്ന എങ്ങനെയാ, ഒബ്ജക്റ്റ് അല്ലേ. ഓക്കെ, അപ്പൊ നോക്കിയേ, ഇവിടെ ഒരു ബട്ടൺ ക്രിയേറ്റ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു, ഇവിടുന്ന് ഞാൻ ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് ആഡ് പാസ് ചെയ്യുന്നു. അപ്പൊ ഇവിടേക്ക് വരുന്ന സമയത്ത് പ്രോപ്സിനകത്ത് ടൈറ്റിൽ എന്ന് പറഞ്ഞ കീയിൽ ആഡ് ഉണ്ട് ആണല്ലോ. മനസ്സിലാണോ എനിക്കിത്? അത് ഓക്കെ, ഇവിടെ ആടുണ്ട്. അപ്പൊ എന്ത് ചെയ്യും, ഇവിടുന്ന് ഇത് റിട്ടേൺ ആവും. റിട്ടേൺ ആവുന്ന സമയത്ത് പ്രോപ്സ് ഡോട്ട് ടൈറ്റിലാണ് ടെക്സ്റ്റ് ആയിട്ട് മാറുന്നത്. പ്രോപ്സ് ഡോട്ട് ടൈറ്റിൽ നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്ത വാല്യൂ അത് ഇവിടെ നിന്ന് വരും. അതായത് ഞാൻ ഇവിടെ 2 ബട്ടൺ എഴുതി, ഇവിടെ ഞാൻ പോസ്റ്റും ഇവിടെ ഞാൻ ആഡും കൊടുത്ത ആദ്യത്തെ ബട്ടൺ കോൾ ആവുന്ന സമയത്ത് അതിനകത്ത് ആടായിരിക്കും, രണ്ടാമത്തെ ബട്ടൺ പോസ്റ്റ് ആയിരിക്കും. കണ്ടോ, മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് സംഭവം. അപ്പൊ ഇങ്ങനെയാണ് ഇത് വർക്ക് ആവുന്നത്. ഓക്കെ ആണല്ലോ. ഇതുപോലെ നമുക്കിപ്പം അതിന്റെ കളർ മാറ്റാം,
എന്ത് വാല്യൂ വേണ്ടി ഇവിടുന്ന് പാസ് ചെയ്യാം, ഓൺ ക്ലിക്ക് പാസ് ചെയ്യാം, അങ്ങനെ കുറെ സംഭവം ഉണ്ട്. ഓക്കെ, അപ്പം എന്തിനാണ് പ്രോപ്സ് ഉപയോഗിക്കുന്നത്? നമ്മുടെ കമ്പൗണ്ടിനെ റീയൂസ് ചെയ്യാൻ, അതിനെ റീയൂസബിൾ ആക്കാൻ. മനസ്സിലായോ? അങ്ങനെ അതിനാണ് നമ്മൾ പ്രോപ്സ് ഉപയോഗിക്കുക. ഇവിടെ ചെയ്ത് മനസ്സിലായോ? നമ്മൾ ഇവിടുന്ന് പാസ് ചെയ്യുന്ന എത്ര കീ വാല്യൂ പേഴ്സ് വേണമെങ്കിലും പാസ് ചെയ്യാം. എത്ര പാസ് ചെയ്താലും അത് അവിടെ പ്രോപ്സ് എന്ന് പറഞ്ഞാൽ ഒരൊറ്റ ഒബ്ജക്റ്റിലായിരിക്കും വരിക, അതിനകത്ത് കീ വാല്യൂ പേഴ്സ്. ഇപ്പൊ പ്രോപ്സ് ഡോട്ട് ഈ ടൈറ്റിൽ വിളിച്ചാൽ ആഡ് വരും, ഇവിടെ ആണെങ്കിൽ പോസ്റ്റ് വരും. അപ്പൊ നമ്മളിവിടെ പ്രോപ്സ് ടൈറ്റിൽ എടുത്തു, നമ്മളിവിടെ ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ എന്ത് പാസ് ചെയ്താലും അതായിരിക്കും വരിക. ഇതൊരു സെപ്പറേറ്റ് കോളാണ്, ഇത് സെപ്പറേറ്റ് കോളാണ്. ഇത് കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഈ കോഡ് ഇങ്ങോട്ട് റിട്ടേൺ ആവും. ഈ കോൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? പിന്നെയും ഈ കോഡ് തന്നെ, പക്ഷെ അവിടുത്തെ പ്രോപ്സിന്റെ വാല്യൂ വ്യത്യാസമായിരിക്കും. അതായത് നമ്മളിവിടെ ഇൻസ്പെക്ട് ചെയ്ത് നോക്കുവാണെങ്കിൽ, ഇൻസ്പെക്ട് ചെയ്യുക, നമുക്ക് അതിന്റെ HTML കാണാമല്ലോ, എലമെന്റ്സ് എടുത്തിട്ട് ഇവിടെ വന്നിട്ട് നമ്മൾ ആ ഡിവ് തുറന്ന് നോക്കുവാണെങ്കിൽ അതിലേക്ക് 3 ബട്ടണാ. കണ്ടോ? കാര്യം എന്താ? ഇവിടെയും വന്നേക്കുന്ന ആരാ? ആ റിട്ടേൺ ചെയ്ത കോഡാ. നമ്മളവിടെ കാണുമ്പോൾ ഇങ്ങനെ തോന്നുമെങ്കിലും പക്ഷെ ശരിക്കും അവിടെ സംഭവിക്കുന്നത് HTML കോഡാണ് അവിടെ റിട്ടേൺ ആവുക. ഇങ്ങനെ കാണുമ്പോൾ ഇത് റിയാക്ട് കമ്പൗണ്ട് ആയിട്ട് തോന്നുമെങ്കിലും അവിടെ എന്താ ശരിക്കും വരുന്നത്? HTML കോഡ്. മനസ്സിലായോ? ഓക്കെ, ട്രൈ ചെയ്ത് നോക്കിയേ. ഓക്കെ, ഈ ബട്ടണിൽ മൂന്നാമത്തെ ബട്ടണിൽ എന്തില്ല നിങ്ങൾ ശ്രദ്ധിക്കണത്, എന്റെ കൂടെ പറയാം. അതായത് മൂന്നാമത് ഒരു ബട്ടൺ എഴുതി. ഓക്കെ, ഈ ബട്ടണിൽ പ്രോപ്പ് ഒന്നും പാസ് ചെയ്തില്ല. ഓക്കെ ആണല്ലോ? അപ്പൊ ഇതെങ്ങനെ വരും? ഒന്നാമത്തെ ബട്ടൺ ആഡ് പോസ്റ്റ്, മൂന്നാമത്തെ ബട്ടണിൽ എന്തില്ല? പ്രോപ്പ് ഇല്ല. പ്രോപ്പ് ഡോട്ട് ടൈറ്റിൽ അൺഡിഫൈൻഡ് ആണ്. അപ്പൊ എന്ത് ചെയ്യും? വരില്ല. അപ്പൊ നമ്മുടെ ആവശ്യത്തില് ഇൻ കേസ് യൂസർ ടൈറ്റിൽ പാസ് ചെയ്തില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം? അവിടെ ക്ലിക്ക് എന്ന് കൊടുക്കണമെന്ന് വെച്ചാൽ അപ്പൊ എന്ത് ചെയ്യാം? ഇവിടെ പ്രോപ്സ് ഡോട്ട് ടൈറ്റിൽ നമ്മളിവിടെ ചെക്ക് ചെയ്യുന്നു, ഉണ്ടോ? ഉണ്ടെങ്കിൽ പ്രോപ്സ് ഡോട്ട് ടൈറ്റിൽ കാണിക്കുന്നു, ഇല്ലെങ്കിൽ ക്ലിക്ക് എന്ന് കാണിക്കുന്നു. ഓർമ്മയില്ലേ കണ്ടീഷൻ റെൻഡറിങ്? ഓർമ്മയില്ലേ കണ്ടീഷൻ? ഇഫ് കണ്ടീഷൻ പ്രോപ്സ് ഡോട്ട് ടൈറ്റിൽ ഉണ്ടെങ്കിൽ പ്രോപ്സ് ഡോട്ട് ടൈറ്റിൽ കാണിക്കുന്നു, ഇല്ല എങ്കിൽ ക്ലിക്ക് കാണിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യും? സെൻഡ് ചെയ്യില്ലെങ്കിൽ ക്ലിക്ക് എന്ന് വരും. വേറൊരു മെത്തേഡ് ഉണ്ട്, അതും പറയാം. ഇതിപ്പിച്ചേ മനസ്സിലായത്? എങ്ങനെ? എന്ത് കിട്ടിയില്ലേ? ഡിവ് വേണം, ഡിസ്ക്രിപ്ഷൻ പാസ് ചെയ്യാം. അതായത് ഈ കമ്പൗണ്ടിന് 3 കമ്പൗണ്ടിന്റെ പേര് കാർഡ്. കാർഡ്. ഈ കമ്പൗണ്ടിന് ശ്രദ്ധിക്കണത്, ഈ കമ്പൗണ്ടിന് 3 പ്രോപ്സ് വേണം. 3 ആട്ടിട്ട്, ഒന്ന് ഇമേജ്, ഒന്ന് ടൈറ്റിൽ, ഒന്ന് ഡിസ്ക്രിപ്ഷൻ. അതായത് നമ്മൾ ആ കാർഡ് വിളിച്ചിട്ട് അതിലേക്ക് 3 പാരാമീറ്റേഴ്സ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ ആ കാർഡിനകത്ത് ഇതുപോലൊരു കാർഡ് വരണം. ഇമേജ്, ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ. മനസ്സിലായോ? അതായത് ഞാൻ ആപ്പിൽ വന്നിട്ട് കാർഡ് എഴുതിയിട്ടുണ്ടെന്ന് വിചാരിക്കാം. ഞാൻ കാർഡ് വിളിച്ചിട്ട് കാർഡിലേക്ക് ടൈറ്റിൽ എന്ന് പറഞ്ഞിട്ട് എനിക്ക് എന്തിനും പാസ് ചെയ്യാം, അതുപോലെ ഡിസ്ക്രിപ്ഷൻ പാസ് ചെയ്യാം, ഓക്കെ, അതുപോലെ ഇമേജും പാസ് ചെയ്യാം. ഇങ്ങനെ ഞാൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് യുവിൽ എന്ത് കാണണം? ഇതുപോലൊരു കാർഡ്. മനസ്സിലായോ? അതായത് കാർഡ് കമ്പൗണ്ട്. അത് പുതിയൊരു കമ്പൗണ്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക. കമ്പൗണ്ടിന്റെ പേര് കാർഡ്. അപ്പൊ ഈ കാർഡിന് കമ്പൗണ്ട് ഞാൻ വിളിച്ചിട്ട് അതിലേക്ക് ടൈറ്റിൽ, ഡിസ്ക്രിപ്ഷൻ, ഇമേജ് പാസ് ചെയ്താൽ ഇതുപോലൊരു കാർഡ് വരണം. അടുത്തത് പാസ് ചെയ്താൽ അടുത്ത കാർഡ് വരണം. അടുത്ത വേറെ എന്തെങ്കിലുമൊക്കെ പാസ് ചെയ്യണമെങ്കിൽ അത് വേറൊരു കാർഡിൽ, പ്രൊഡക്റ്റ് കാർഡ് പോലെ. ഇപ്പൊ ചെയ്ത പോലെ തന്നെ. ഇപ്പൊ നമ്മൾ എന്ത് മാത്രമേ എടുത്തുള്ളൂ? നമ്മൾ ഇവിടുന്ന് ടൈറ്റിൽ മാത്രമേ പാസ് ചെയ്തുള്ളൂ. ഇത് 3 എണ്ണം പാസ് ചെയ്താൽ 3 എണ്ണം ഡിസ്പ്ലേ ആണ്, കാർഡ് വരണം. ചെയ്തേ, പറഞ്ഞ മനസ്സിലായോ? ഒരു കമ്പൗണ്ട് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ അതെങ്ങനെയായിരിക്കും ചെയ്യുന്നത്? ഒരു കാർഡിന് വേണ്ടി ഒരു ഫംഗ്ഷൻ
ഫംഗ്ഷൻ എഴുതുക, ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക, CSS ഫയൽ, JSX ഫയൽ, അത് ഫംഗ്ഷൻ എഴുതുക, റിട്ടേൺ എഴുതുക. റിട്ടേണിനകത്ത് എന്തായിരിക്കും റിട്ടേൺ ചെയ്യണ്ടേ? div വേണം, img ടാഗ് വേണം, h1 ടാഗ് വേണം, p ടാഗ് വേണം. img ടാഗിന്റെ SRC വരേണ്ടത് ഇവിടുന്ന് സെൻഡ് ചെയ്യേണ്ട ഇമേജ്. അതുപോലെ h2 ടാഗിന്റെ ഇടയ്ക്ക് വരേണ്ടത് ഈ ടൈറ്റിൽ, p ടാഗിന്റെ ഇടയ്ക്ക് വരേണ്ടത് ഡിസ്ക്രിപ്ഷൻ. ചെയ്തേ. ഇമേജ് അറിഞ്ഞ എടുക്കുക, പബ്ലിക് ഫോൾഡർ ഇടുക.